ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 8 വർഷത്തിന് ശേഷം ഈ ഒരു ഡിവൈസിൻ്റെ റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് ഒരു പക്ഷേ ഒരുപാട് പേർക്ക് അത്ര അറിവുണ്ടാകുന്ന ഒരു കാര്യമല്ല. ഈ ഒരു പ്രൊഡക്റ്റ് ഇത് ആമസോൺ കിൻഡിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു റീഡർ എല്ലാമാണ് ഈ ഒരു പ്രൊഡക്റ്റ്. വളരെ യൂസ്ഫുള്ളായ, അതായത് നിങ്ങൾക്ക് റീഡിംഗ് എല്ലാം നല്ല രീതിയിൽ ഹോബി എല്ലാം ഉള്ളവർക്ക് അവർക്കെല്ലാം തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് നമുക്ക് ഇത്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് പേപ്പർ എല്ലാം വായിക്കുന്നത് പോലെ തന്നെ സ്ക്രീനിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് സ്റ്റോറീസ്, അതുപോലെ നോവൽസ്, ഇനി അതുമല്ലെങ്കിൽ ഒരുപാട് സ്റ്റോർസിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബുക്സുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിതിൽ റീഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് പേപ്പറെല്ലാം സ്വൈപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ഇങ്ങനെ നമുക്ക് ഓരോ പേജും നമുക്ക് ചേഞ്ച് ചെയ്തെല്ലാം ഇതെല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ വായിക്കാനെല്ലാം സാധിക്കും. അപ്പോൾ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനധികം സ്ട്രെയിൻ ഒന്നും വരില്ല എന്നതാണ്. ഇപ്പോൾ നമുക്ക് മൊബൈലിൽ തന്നെ ഒരുപാട് കാര്യങ്ങളെല്ലാം റീഡ് ചെയ്യാൻ സാധിക്കുമെങ്കിലും മൊബൈലിൻ്റെ സ്ക്രീനിലേക്ക് നമ്മൾ കൂടുതൽ നേരമെല്ലാം നോക്കുന്നത് ഇത് നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇത്തരത്തിലൊരു ഡിവൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഒരുപാട് നേരമെല്ലാം നിങ്ങൾക്ക് റീഡിംഗ് എല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ യൂസ്ഫുള്ളായ ഒരു പ്രൊഡക്റ്റാണിത്. ഇത് ഞാൻ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൽ, അതായത് ഒരു MNCയിൽ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നും റിസൈൻ ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ കൊളീഗ്സ് എല്ലാവരും കൂടി വാങ്ങി തന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇപ്പോൾ ഏകദേശം 8 വർഷത്തിൽ കൂടുതലായി ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കിൻഡിലിൻ്റെ ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് എന്തെല്ലാമെന്ന് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് പോർട്ടബിലിറ്റി തന്നെയാണ്. നിങ്ങൾക്ക് ഒരുപാട് ബുക്സ് എല്ലാം ഇതിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ഏത് ബുക്കാണ് വായിക്കേണ്ടത് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ കുറേ അധികം ബുക്കുകൾ നിങ്ങൾ കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല. ഇത്തരത്തിലൊരു ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായി നിങ്ങൾക്ക് വേണ്ട നല്ല നല്ല ബുക്കുകളെല്ലാം ഡൗൺലോഡ് ചെയ്ത് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഈസിയായി വായിക്കാൻ പറ്റുമെന്നതാണ്. അതുപോലെ ഇതിൻ്റെ പോർട്ടബിലിറ്റി തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ക് ഡിസ്പ്ലേ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. അതായത് ഒരു പേപ്പർ വായിക്കുന്നത് പോലെയുള്ള ആ ഒരു ഫീലെല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ, അതുപോലെ നമുക്ക് അധികം കണ്ണിന് നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രെയിൻ ഒന്നുമില്ലാതെ നമുക്ക് കൂടുതൽ നേരമെല്ലാം വായിക്കാനും ഈ ഒരു റീഡർ എല്ലാം വാങ്ങുന്നത് സഹായിക്കും. അതുപോലെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഇതിൻ്റെ മറ്റു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് വിക്കിപീഡിയ, അതുപോലെ നിങ്ങൾക്ക് ഡിക്ഷണറി എല്ലാം തന്നെ ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ റീഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വേർഡിൻ്റെ ഇതിൻ്റെ കറക്റ്റായ മീനിങ് ഒന്നും മനസ്സിലാകുന്നില്ല എങ്കിൽ ജസ്റ്റ് നമ്മൾ അവിടെ ടാപ്പ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ കറക്റ്റായ മീനിങ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വൊക്കാബുലറീസ് എല്ലാം ആഡ് ചെയ്യാനും അതുപോലെ അതെല്ലാം തന്നെ പഠിക്കാനും ഇത്തരത്തിൽ ഈ ഒരു റീഡർ എല്ലാം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇനി ഇതിലെ ഫോണ്ടുകളെല്ലാം തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഫോണ്ടിൻ്റെ സൈസ് എല്ലാം വർദ്ധിപ്പിക്കണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല വലിയ ഫോണ്ടിലെല്ലാം കണ്ട് റീഡ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനും പേജ് സെറ്റിംഗ് എല്ലാം ചെയ്യാനും സാധിക്കും. ഇനി നിങ്ങൾ കിൻഡിൽ സ്റ്റോർ ആക്സസ് എല്ലാം എടുക്കുകയാണെങ്കിൽ മില്യൺസ് ഓഫ് ബുക്സ് എല്ലാം നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, അതായത് ഒരു വാസ്റ്റായ ഒരു ലൈബ്രറി തന്നെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള ഒരുപാട് ബുക്സ് എല്ലാം നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എല്ലാം ചെയ്തുകൊണ്ടും ഇനി ഫ്രീ ആയി നിങ്ങൾക്ക് റീഡ് ചെയ്യാനുള്ള കുറേയധികം ബുക്സ് എല്ലാം നിങ്ങൾക്ക് ഇതിൽ ലഭിക്കും. ഇനി ഫ്രീ അല്ല, നിങ്ങളൊരു സബ്സ്ക്രിപ്ഷൻ എല്ലാം എടുക്കുകയാണെങ്കിൽ, അതായത് കിൻഡിൽ അൺലിമിറ്റഡ് അല്ലെങ്കിൽ പ്രൈം റീഡിംഗ് ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. അൺലിമിറ്റഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബുക്സ് എല്ലാം ഇത്തരത്തിൽ ഇതെല്ലാം വളരെ ചീപ്പായി നിങ്ങൾക്ക് വായിക്കാനെല്ലാം സാധിക്കും. ഇനി നിങ്ങൾക്ക് വൺ ടൈം പർച്ചേഴ്സ് ഏതെങ്കിലും ബുക്കിനെല്ലാം കൊടുത്ത് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാനും ഇങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ് എല്ലാം നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഇതിൻ്റെ വൈഫൈ എല്ലാം ഇത് ആക്ടിവേറ്റ് ചെയ്ത് നമ്മുടെ വൈഫൈയിലെല്ലാം കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം വരുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വളരെ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കും. ഇതിനായി നമ്മൾ പ്രത്യേക കേബിൾ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായി നമ്മൾ വൈഫൈ ത്രൂ ഈ ഒരു അപ്ഡേറ്റ് എല്ലാം വരുന്നത് ഇതെല്ലാം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ ഈ ഒരു പ്രോഡക്റ്റ് ഇത് നമ്മൾ പർച്ചേസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലുള്ള ബുക്സ് എല്ലാം തന്നെ ഇതെല്ലാം തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ട് വഴി ഇപ്പോൾ കിൻഡിൽ ആപ്പ് എന്നെല്ലാം നിങ്ങൾക്ക് ഇത് പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നെല്ലാം ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസിലുള്ള ബുക്സ് എല്ലാം തന്നെ സിങ്കർണൈസ് ചെയ്യാനും സാധിക്കും.
അപ്പോൾ നിങ്ങൾ ചില സമയങ്ങളിൽ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങളുടെ മൊബൈലിൽ അല്ലെങ്കിൽ ടാബ്ലറ്റിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബുക്സ് അല്ലെങ്കിൽ ഈ ഒരു കാര്യമെല്ലാം നിങ്ങൾക്ക് അതിലും യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് മറ്റൊരു എടുത്തു പറയാൻ പറ്റുന്ന ഒരു സവിശേഷതയാണ്. അപ്പോൾ ഇത്രയെല്ലാം ബെനിഫിറ്റ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ ഇതിനൊരു ചെറിയ പ്രശ്നമെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ഈ ഒരു സ്വിച്ച് കറക്റ്റായി വർക്കാകുന്നില്ല. അതിനാൽ തന്നെ എനിക്ക് ഈ സ്ക്രീനൊന്നും തന്നെ ഇപ്പോൾ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ലഭിക്കുന്നില്ല. അങ്ങനെ ഞാൻ ഇത് ആമസോണിൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ആമസോൺ കസ്റ്റമർ കെയറിലെല്ലാം വിളിച്ചു. അവർ മറ്റൊരു നമ്പറെല്ലാം, അതായത് ഇതിൻ്റെ സർവീസ് എല്ലാം ചെയ്യുന്ന ഒരു നമ്പറെല്ലാം തന്നിരുന്നു. എന്നാൽ അവരെ വിളിച്ചപ്പോൾ എനിക്ക് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് അവർ ഷെയർ ചെയ്തത്. അതായത് 8 വർഷമെല്ലാം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സർവീസ് എല്ലാം എൻഡ് ചെയ്തിരിക്കുന്നു. അതിനാൽ തന്നെ ഇനി ഇതൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അവർക്ക് ഈ സർവീസ് ഒന്നും എടുക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ആൾട്ടർനേറ്റായി അവർ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, ഇനി നിങ്ങൾ പുതിയ ഒരു ഡിവൈസ് എല്ലാം എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം എനിക്ക് തരുന്ന സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റിന് 6000 രൂപയല്ല മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഉള്ള ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ആമസോണിൽ കാണാൻ സാധിക്കുക 16000 രൂപയുടെ പ്രൊഡക്റ്റ് എല്ലാമാണ്. ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് പുതിയ ഈ ഒരു മോഡലിലെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ അവർ പറഞ്ഞിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമെല്ലാം വന്നതുകൊണ്ട് പുതിയ മോഡൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 15% ഡിസ്കൗണ്ട് തരാമെന്നതാണ്. അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് ഇത് പുറത്ത് എവിടെയെങ്കിലും കൊടുത്ത് ഇത് റിപ്പയർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കാരെങ്കിലും ഇത്തരത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം സർവീസ് ചെയ്യുന്നതിന് വേണ്ടി ഇതിനെ ആരെങ്കിലും അറിയുമെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ഇത് നിങ്ങൾ ബുക്ക് റീഡിംഗ് എല്ലാം സീരിയസ് ആയി എടുക്കുന്നവർ തീർച്ചയായും പർച്ചേസ് ചെയ്തിരിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ്. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്